ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സ്റ്റുഡിയോയാണ്. അങ്ങനെ ഫൈനൽ റൗണ്ടിലേക്ക് ശ്യാമയും മാനസയും സെലക്ട് ആയിരിക്കുകയാണ്. ഫൈനൽ റൗണ്ട് എന്താണെങ്കിലും പൊടി പൊടിക്കുമെന്ന് അവതാരക പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുകയാണ്. അതേസമയം സമനില തെറ്റി നിൽക്കുന്ന ഐശ്വര്യ ഉറക്കെ നിർത്തുന്നു പറഞ്ഞ് ജി കെക്ക് നേരെ പാഞ്ഞടുക്കുകയാണ്. ജി കെയുടെ കോളറിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചതിന് ശേഷം ഐശ്വര്യ പറയുകയാണ്, ഇവൻ കള്ളനാ കള്ളൻ, ഇവനെ ശ്യാമയുടെ കാമുകനാ. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ ഐശ്വര്യയെ നോക്കുകയാണ്. ജയിക്കാൻ ഒരു യോഗ്യതയും ശ്യാമയ്ക്കില്ല, ഇയാള് ശ്യാമയെ മനഃപൂർവ്വം ജയിപ്പിച്ചതാ. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ആരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റാൻ ജി കെ പറയുമ്പോൾ പ്രോഗ്രാം ഹെഡും ചാനലിന്റെ ആൾക്കാരും ഒക്കെ തന്നെ അങ്ങോട്ടേക്ക് വരികയാണ്. അവരും ഐശ്വര്യയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഐശ്വര്യ അവരെ തള്ളി മാറ്റുന്നു. തുടർന്ന് രണ്ട് ലേഡി കോൺസ്റ്റബിൾ വന്ന് ഐശ്വര്യയെ പിടിച്ചു മാറ്റുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, എടാ ശ്യാമയുടെ കള്ളക്കാമുക, നിന്നെ ഞാൻ കണ്ടോളാം, നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്. അതേസമയം ആ കോൺസ്റ്റബിള് ഐശ്വര്യയെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. തുടർന്ന് ചാനലിന്റെ ആൾക്കാര് രാധികയോട് ചോദിക്കുകയാണ്, രാധികയല്ലേ പ്രോഗ്രാം ഹെഡ്, പിന്നെ എങ്ങനെയാ ആ കുട്ടിയുടെ കഴുത്തില് സ്റ്റാഫിന്റെ ID കാർഡ് വന്നത്? രാധിക അറിയാതെ അങ്ങനെയൊന്നും നടക്കില്ല, ആ കുട്ടി മദ്യമോ മയക്കുമരുന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഇത് കേൾക്കുന്ന രാധിക പറയുകയാണ്, മേഡം ഒരബദ്ധം പറ്റിയതാ, ക്ഷമിക്കണം. എന്താണെങ്കിലും ഇതിനെതിരെ നടപടി ഉണ്ടാകും, പ്രോഗ്രാം കഴിയട്ടെ എന്നിട്ട് പറയാമെന്ന് അവര് പറയുമ്പോ മഹിമ പറയുക, ആ കുട്ടി പറഞ്ഞതില് എന്താ തെറ്റ്? തുടക്കം മുതലേ ഞാനും ശ്രദ്ധിക്കുന്നതാ ആ ജി കെ സാറും ശ്യാമയും തമ്മിലുള്ളൊരു അടുപ്പം. വെറുതെ ആരെങ്കിലുമൊക്കെ അങ്ങനെ പറയുമോ? ശ്യാമയെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാ ജി കെ സാറ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിനൊക്കെ തീരുമാനമുണ്ടാക്കാം, ആദ്യം പ്രോഗ്രാം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവര് സ്റ്റേജിൽ നിന്നും ഇറങ്ങുന്നു. അതേസമയം ഇതൊക്കെ കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ജി കെയും ശ്യാമയും അഖിലും. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്രീകുട്ടി ഇരുന്ന് ആഹാരം കഴിക്കുന്നത് കാണുമ്പോൾ അങ്ങോട്ടേക്ക് വസുന്ധര ചെല്ലുകയാണ്. ശ്രീകുട്ടിയെ കുറച്ചു നേരം നോക്കിയിരുന്നിട്ട് വസുന്ധര ചോദിക്കുകയാണ്, മോൾക്ക് ഞാൻ വാരിത്തരട്ടെ? ഇത് കേൾക്കുന്ന ശ്രീകുട്ടി കണ്ണിമ ചിമ്മാതെ വസുന്ധരയെ നോക്കുമ്പോൾ വസുന്ധര ചോദിക്കുകയാണ്, അതെന്താ, ഞാൻ വാരിത്തന്നാ നീ കഴിക്കില്ലേ? മോളെന്താ ഒന്നും പറയാത്തത്? ഇത് കേൾക്കുന്ന ശ്രീകുട്ടി ചോദിക്കുകയാണ്, എന്താ എന്നെ വിളിച്ചത് മോളെ എന്നോ? അതെന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ശ്രീകുട്ടി പറയുകയാണ്, അങ്ങനെ വിളിച്ചപ്പോൾ എനിക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടെന്നറിയാമോ? ഞാൻ വിചാരിച്ചതേ എന്നോട് വലിയ ദേഷ്യമാണെന്നാ. ഇയാൾക്ക് മൂത്തവരെയാണോ അങ്ങനെയൊക്കെ വിളിക്കുന്നത്? പിന്നെ ഞാൻ എന്താ വിളിക്കുക എന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, മോൾക്കെന്നെ എന്ത് വിളിക്കാനാ ഇഷ്ടം? മുത്തശ്ശി, മുത്തശ്ശി എന്ന് വിളിക്കാമെന്ന് ശ്രീകുട്ടി പറയുമ്പോൾ വസുന്ധര മനസ്സിൽ പറയുകയാണ്, ശരിക്കും അച്ചമ്മ എന്നാ വിളിക്കേണ്ടത്. അത് വേണ്ട, അങ്ങനെ വിളിച്ചാൽ ഐശ്വര്യക്കും മറ്റുള്ളവർക്കുമൊക്കെ സംശയമുണ്ടാകും. ശരി, മോളെന്നെ മുത്തശ്ശി തന്നെ വിളിച്ചോ എന്ന് വസുന്ധര പറയുമ്പോൾ ആ കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് ആനന്ദവർമ്മ. തുടർന്ന് ശ്രീകുട്ടിയോട് മുത്തശ്ശിയെന്ന് വിളിക്കാൻ വസുന്ധര പറയുന്നു. മോള് മുത്തശ്ശിയെന്ന് വിളിക്കുമ്പോൾ പുഞ്ചിരിയോടെ ശ്രീകുട്ടിയെ നോക്കുകയാണ് വസുന്ധര. ഞാൻ മുത്തശ്ശിയെന്ന് വിളിക്കുമ്പോൾ എന്താ മോളെ എന്ന് ചോദിക്കുമോ എന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ വസുന്ധര പറയുക, അതിനെന്താ. അങ്ങനെ ശ്രീകുട്ടി മുത്തശ്ശിയെന്ന് വിളിക്കുമ്പോൾ എന്താ മോളെ എന്ന് വസുന്ധരയും ചോദിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പൊട്ടിച്ചിരിക്കുമ്പോൾ ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ആദിയും അമൃതയും വരുന്നു. അങ്ങനെ വർമ്മയും ആദിയും അമൃതയും എല്ലാം ഈ കാഴ്ച സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന അരുണും ഈ കാഴ്ച കണ്ട് കണ്ണു നിറഞ്ഞ് അവരെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. ശ്യാമ വിഷമത്തോടെ ഇരിക്കുമ്പോൾ അഖിൽ വന്നിട്ട് പറയുകയാണ്, എന്താ ശ്യാമേ, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊന്നും താൻ ടെൻഷൻ ആകേണ്ട ഒരു കാര്യവുമില്ല. വലിയ വലിയ കോമ്പറ്റീഷൻ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും ജി കെ സാറ്, അദ്ദേഹത്തിനെ ഞാൻ എൻ്റെ ഗുരുവിൻ്റെ സ്ഥാനത്താ കാണുന്നത്. അദ്ദേഹത്തിനെ കുറിച്ചല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത്. എടോ, എതിരാളികളെ മാനസികമായി തളർത്താനേ പലരും പല അടവുകളും എടുത്തെന്നിരിക്കും. ഫൈനൽ വിജയം അത് മാത്രമായിരിക്കണം ഇനി തന്റെ ലക്ഷ്യം. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. വർമ്മയും ആദിയും കൂടി ആഹാരം കഴിക്കുകയാണ്. ശ്രീകുട്ടിയും അമൃതയും അവരുടെ ഒപ്പമുണ്ട്. അല്ല, വസുവിനെ കണ്ടില്ലല്ലോ എന്ന് വർമ്മ പറയുമ്പോൾ ആദി പറയുകയാണ്, മോളെ ചെന്ന് മുത്തശ്ശിയെ വിളിച്ചിട്ട് വാ. ഇത് കേൾക്കുന്ന ശ്രീകുട്ടി വസുന്ധരയെ വിളിക്കാനായി പോകുന്നു. തുടർന്ന് ആദി ചോദിക്കുകയാണ്, അല്ല ഐശ്വര്യയെ കണ്ടില്ലല്ലോ, ഓഫീസിൽ എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞാ രാവിലെ പോയത്, ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, അരുൺ അന്വേഷിച്ച് പോയിട്ടുണ്ട്. അതേസമയം വസുന്ധരയെ വിളിച്ചുകൊണ്ട് ശ്രീകുട്ടി താഴേക്ക് വരുന്നു. തുടർന്ന് എല്ലാവരുടെയും അടുത്ത് വരുമ്പോൾ ശ്രീകുട്ടിയോട് ദേഷ്യം അഭിനയിക്കുകയാണ് വസുന്ധര. തുടർന്ന് മോള് പറയുകയാണ്, ഈ മുത്തശ്ശിയുടെ സ്വഭാവമുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടേയിരിക്കും. ചില സമയത്ത് നല്ല സ്നേഹമാ, ചില സമയത്തോ നല്ല ദേഷ്യം. എന്താണെങ്കിലും അപ്പുറത്തേക്ക് പോവുകയാന്ന് പറഞ്ഞ് ശ്രീകുട്ടി പോകുമ്പോൾ വസുന്ധര പറയുകയാണ്, വല്ലാത്ത ശല്യം തന്നെയായത്. തുടർന്ന് ആദി പറയുകയാണ്, അമ്മയുടെ കളിയൊക്കെ ഞാനിപ്പോൾ പൊളിച്ചു തരാം. പിന്നമ്മേ, ശ്രീകുട്ടിയുടെ പനിയൊക്കെ മാറിയല്ലോ, അപ്പോൾ അവളെ നമുക്ക് മാറ്റിയാലോ?
എങ്ങോട്ടേക്ക് എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ആദി പറയുകയാണ്, ഞാനെന്ന് പറഞ്ഞില്ലായിരുന്നോ ഒരു ഫ്രണ്ടിന്റെ വീടിന്റെ കാര്യം? ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ അതൊന്നും ശരിയാകില്ലെന്ന് വസുന്ധര പറയുമ്പോൾ ആദി പറയുകയാ, ഞാൻ അവരോട് പറഞ്ഞു പോയതാ. തുടർന്ന് വർമ്മ പറയുകയാ, ആദി നീ എന്താണെങ്കിലും അയാളെ വിളിച്ചൊന്ന് സംസാരിക്ക്. ഇത് കേൾക്കുന്ന വസുന്ധര ദേഷ്യത്തോടെ എഴുന്നേൽക്കുകയാണ്. അച്ഛനും മോനും കൂടി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കെന്ന് പറഞ്ഞ് വസുന്ധര ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോകുന്നു. തുടർന്ന് അമൃത പറയുകയാണ്, അമ്മയ്ക്കിപ്പോ മോളില്ലാതെ വയ്യെന്നുള്ള അവസ്ഥയാ. പക്ഷേ ഇത് കേൾക്കുന്ന ആദി പറയുകയാണ്, നമ്മൾ ഐശ്വര്യയുടെയും അരുണിന്റെയും കാര്യം കൂടി ഓർക്കണം. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയും കൂട്ടിക്കൊണ്ട് അരുന്ധതിയും വിസ്മയും അരുന്ധതിയുടെ വീട്ടിലേക്ക് വരുന്നതാണ്. ഐശ്വര്യ ഇരിക്ക്, ഞാൻ ജ്യൂസ് എടുക്കാമെന്ന് അരുന്ധതി പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ജ്യൂസും വേണ്ട ഒന്നും വേണ്ട, ആകെ നാണക്കേടായി. ശരിക്കും നാണം കെട്ടു. ആ ശ്യാമ എൻ്റെ പ്രകടനം കണ്ടിട്ട് ചിരിച്ചു കാണും. എനിക്കാണെങ്കിൽ ഒന്നും ഓർമ്മയില്ല. ശരിക്കും പറഞ്ഞാൽ ചത്തു കളഞ്ഞാൽ മതിയെന്നാ തോന്നുന്നത്. ഐശ്വര്യയെ സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി അത് വിട്ടുകളാം. കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ പറയുകയാണ്, നിങ്ങൾക്കങ്ങനെ പറയാം, പക്ഷേ ഒരു സെലിബ്രിറ്റി ആയിരുന്ന ഞാൻ എല്ലാവരുടെ മുമ്പിൽ ക്യാമറയുടെ മുമ്പിൽ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഇനി സോഷ്യൽ മീഡിയക്കാരെങ്കിലും അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാകുമോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ വിസ്മയ പറയുകയാണ്, അതിന് ചാൻസ് ഇല്ലാതില്ല. ഇത് കേൾക്കുന്ന ഐശ്വര്യ ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.